ഓച്ചിറ പരബ്രഹ്മം ക്ഷേത്രമുണ്ട്. അവിടെ ഈ 12 വിളക്കെന്ന് പറയുന്നൊരു പരിപാടിയാണ്. അപ്പോൾ ഞാനവിടെ ഭജന ഇരിക്കാനായിട്ട് പോകാറ്. ഞാനും എനിക്ക് എൻ്റെ വൈഫിൻ്റെ അമ്മയൊക്കെ അവിടെ സ്ഥിരമായിട്ട് ഇരിക്കുന്നത്, എല്ലാ വർഷവും ഇരിക്കാറുണ്ട്. ഞാൻ പോയി ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ഇരിക്കാറുണ്ട്. അങ്ങനെ അവിടെ പോയിരിക്കുമ്പോൾ തൊഴാനായിട്ട് പോയി. അവിടെ അമ്പലമില്ലല്ലോ, അവിടെ ആൽത്തറയിൽ ആൾക്കാരെല്ലാം ഒരുപാട് ജനമുണ്ട്. കാരണം നമുക്ക് ഒരാളെ മുട്ടാതെ നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ജനമാണ് അവിടെ. അപ്പം ഞാനിങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്നെ ആരോ വഴക്ക് പറയും. നോക്കിയപ്പോൾ ഒരു പ്രായമുള്ളൊരു അമ്മ, അവർ എൻ്റെ അടുത്ത് നിന്നിട്ട് എന്നെ വഴക്ക് പറയാം. എന്തൊക്കെയോ പറയാ വിളിച്ച്. ആ പെണ്ണെ ദ്രോഹിക്കുന്നത് നിനക്ക്, ദ്രോഹിച്ചിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നിനക്ക് മോശം കിട്ടൂടാ, അങ്ങനെയാണോ ഇങ്ങനെയാണെന്ന് എന്തൊക്കെയോ പറയുന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവരിങ്ങനെ വഴക്ക് പറയാ. ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് തൊഴുതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടായിട്ട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാനൊന്ന് തൊഴുതോട്ടെ എന്നത്. അവനെ നിന്നെ തൊഴാൻ സമ്മതിക്കുന്നില്ല, അടിക്കാനൊക്കെ വരുവരും. ഞാൻ നോക്കുമ്പോ ഈ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാര് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇവരാരും ഒന്ന് പിടിച്ചു മാറ്റുന്നു, ഒന്ന് ചുമ്മാ ഇരിക്കുക എന്ന് പറയുന്നില്ല. എല്ലാവരും നോക്കി ചിരിച്ചു. കാരണം അവർക്കറിയാം ഇവരെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാം. അവസാനം ഞാൻ അവരെ തൊഴുതിട്ട് ഞാൻ ഓടി, അല്ലെങ്കിൽ എന്നെ അടിക്കുമല്ലോ. അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു എഫക്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ സത്യം പറഞ്ഞ ഈ വില്ലൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരുപാട് ശാപങ്ങളൊക്കെ ഏറ്റുവാങ്ങും. ആ ശാപങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും. അതുകൊണ്ടല്ലേ 2 ദിവസം ഭജനയൊക്കെ ഇരിക്കുന്നത്. എന്തായാലും ചേട്ടൻ വില്ലൻ ക്യാരക്ടർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാരക്ടർ റോൾസ് ചെയ്യാറുണ്ട് സിനിമയില്. ഇപ്പൊ കോമഡി ക്യാരക്ടറാന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ആശാൻ സിനിമയിൽ ചെയ്യുന്നത്. അപ്പൊ ചേട്ടന്റെ മുഖം കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പേടിയാവും. പക്ഷെ ചിരിച്ചു കഴിയുമ്പോ അങ്ങ് ശരിയാവും, കുഴപ്പമില്ല. ചിരിക്കുമ്പോ നമുക്ക് ആ ഒരു വില്ലൻ മാറി വരും. അല്ല, വേറെ കാര്യമുണ്ട്. നമ്മൾ ഈ മുഖം കുറച്ച് റഫായിട്ടുള്ള ആളുകള് എല്ലാരും വില്ലൻ ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും കൊടുക്കുക. അപ്പോൾ അവർക്ക് വില്ലൻ ക്യാരക്ടേഴ്സ് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട്. പക്ഷെ അവർക്കാണ് ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റുക. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് കോമഡി ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അത് സക്സസ്ഫുൾ ആയിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും നമ്മളെ കാണുമ്പോൾ ആൾക്കാർ തരുന്നത് വില്ലൻ വേഷങ്ങളാണ്. ചേട്ടൻ നടന്നു വന്നപ്പോ ഞാൻ ഇച്ചിരി സീരിയസ് ആയി, പക്ഷെ വന്ന് ഇരുന്ന് ചിരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കൂളായി, ഓക്കെ ആയി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ തിലകൻ സാറിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട് എന്ന്, ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ല, അത് ആദ്യമായിട്ട് അച്ഛന് വേണ്ടിയിട്ട് ശബ്ദം കൊടുക്കുന്നത് സീരിയലിലാണ്, പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയലിൽ. അതന്ന് അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്താണ്. ഏകദേശം ഒരു 10 എപ്പിസോഡ് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തു. ആ ഡബ് ചെയ്തത് ഞാനും അച്ഛനും കൂടി ഇരുന്നാണ് കാണുന്നത്. അച്ഛനന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഹോസ്പിറ്റലിലെ TV-യിലാണ് ഞങ്ങൾ, ഈ വീക്കിലി ആയതുകൊണ്ട് ഞാൻ പോയി ഡബ് ചെയ്തിട്ട് വന്ന് അച്ഛൻ്റെ കൂടെ നിൽക്കുന്നത് ഞാനായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കണ്ടത്. പക്ഷെ പുള്ളി അതിനകത്ത് തെറ്റൊന്നും പറഞ്ഞില്ല. അല്ല, പുള്ളി പറഞ്ഞു എന്തിനാ ആവശ്യമില്ലാത്തടത്ത് മൂളലിടണ്ട എന്ന് പറഞ്ഞിട്ടൊരു സംഭവം മാത്രമേ പറഞ്ഞു. പുള്ളി അങ്ങനെ അധികം ആവശ്യമുള്ളിടത്ത് മാത്രമേ മൂളൽ ഇടാറുള്ളൂ, എല്ലാത്തിടത്തും മൂളൽ ഇടത്തില്ല. കാരണം ഫേസിൽ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ പിന്നെ മൂളും. പക്ഷെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇരുന്ന ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് ബോബൻ സാമുവൽ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സംവിധായകൻ, അദ്ദേഹമാണ് എൻ്റെ അടുത്ത് പറഞ്ഞൊരു അവിടെ ഒരു മൂളൽ ഇട്ടേക്ക്. ഞാൻ പറഞ്ഞു വേണ്ട, ഇല്ല കുഴപ്പമില്ല, നമുക്കത് മിക്സിങ്ങിൽ കളയാം എന്നും പറഞ്ഞ് ഇട്ടതാ. പക്ഷെ അത് പുള്ളിയായി വെച്ച് വിട്ട് ഇത് കറക്റ്റായിട്ട് അച്ഛൻ അത് തന്നെ പിടിച്ചു. അപ്പം അങ്ങനെ ഒരു ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഉള്ളത് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് 3 സിനിമ ചെയ്തത്. ഒന്ന് സീനൊന്ന് നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ അവസാനമായിട്ട് അഭിനയിച്ച സിനിമയും, പിന്നെ ഓഗസ്റ്റ് ക്ലബ് എന്ന് പറയുന്ന മുരളി ഗോപി റിമ കല്ലിങ്ങിലൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്. അതിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു പാട്ടും പാടിയിട്ടുണ്ട്. അച്ഛൻ പാടുന്ന പാട്ട് ഞാൻ പാടിയത്. പിന്നെ ഒരു തമിഴ് സിനിമ പുഴുതി എന്നാണ് പേര്. അതിൽ അച്ഛൻ അഭിനയിച്ച്, അച്ഛൻ മരിച്ചതിന് ശേഷമായിരുന്നു അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ ചെയ്തു. അങ്ങനെ തമിഴും ചെയ്തു. അങ്ങനെ 3 സിനിമ അച്ഛന് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. അതിൽ ഓഗസ്റ്റ് ക്ലബ്ബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഈ പാട്ടും ഒക്കെ പാടി അങ്ങനെ ഒരു രസകരമായിട്ട് പോകാം. നമ്മളിപ്പം ആത്മയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ചേട്ടൻ ആത്മയിൽ എങ്ങനെയാ, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണോ? ഞാൻ ആത്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ഓക്കെ. അപ്പം ആത്മ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്രാവശ്യവും നമ്മളോട് സംസാരിച്ച ആൾക്കാർ ഇൻഷുറൻസിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം? അല്ല, നമ്മൾ ഈ സീരിയൽ മേഖല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട്, പ്രത്യേകിച്ചും സ്ത്രീകളുണ്ട്, അതുപോലെ തന്നെ എല്ലാവരും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വർക്ക് ചെയ്തിട്ട്
ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകളാണ് ഈ അഭിനയിക്കാൻ വരുന്നവരെല്ലാവരും തന്നെ. അപ്പോൾ അവർക്ക് കൃത്യമായ അവരുടെ ഒരുപാട് നമ്മൾ ഈ രാവിലെ 7:30 മണി തൊട്ട് രാത്രി 9 വരെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനോ നമ്മുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനോ ഒന്നും സമയം കിട്ടത്തില്ല. കാരണം നമുക്കിത് ഡെയിലി ഡെയിലിയുള്ള സംഭവങ്ങളല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ മേഖലയിലുള്ളവർക്കുണ്ടാകും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തന്നെ അതിന് തന്നെയാണ്. പിന്നെ അംഗങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനു വേണ്ടിയുള്ള പരിഹാരങ്ങൾ, നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറുമായിട്ടോ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും, ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളോട് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ബിഹേവിങ്ങോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ നടപടിയെടുക്കാനും അതിനെ ചോദ്യം ചെയ്യാനും ഒക്കെ സംഘടന എപ്പോഴും ഈ പറയുന്ന നമ്മുടെ നടീനടന്മാരുടെ കൂടെ ഉണ്ട്. ഈ സംഘടനയിലെ അംഗത്വം എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വലിയൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ്. നമുക്ക് ധൈര്യമായിട്ട് പോയി വർക്ക് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ആത്മയുടെ തലപ്പത്തിരിക്കുന്നത് KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന വലിയൊരു ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുന്ന മേഖലകളിലെല്ലാം വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ച. KSRTC എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇത്രയും മനോഹരമാക്കിയ മന്ത്രി വേറെ ഉണ്ടായിട്ടില്ലെന്ന് വേണം പറയാനായിട്ട്. KB ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ്. അദ്ദേഹം സിനിമാ മന്ത്രി ആയിരുന്ന സമയത്തും സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾ, ഇപ്പോൾ ദിനേശ് പണിക്കർ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏത് സമയത്ത് വിളിച്ച് നമ്മൾ എന്തൊരു കാര്യം ചോദിച്ചാൽ അതിനെല്ലാം വ്യക്തമായ മറുപടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ ഈ കമ്മിറ്റിയിലിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ സംഘടനയുടെ നല്ല നല്ല കാര്യങ്ങൾ അംഗങ്ങൾക്ക് വേണ്ടുന്ന അംഗങ്ങളുടെ എന്താ പറയുക അവരുടെ ആരോഗ്യ തൊഴിൽ സംരക്ഷണത്തിന് വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാം, ഞാൻ മെമ്പറാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആത്മയുണ്ട്, ഞങ്ങളുടെ കൂടെ ആത്മയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഘടനയായിട്ട് ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു സ്ഥാനത്ത് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം ഗ്യാപ്പ് എടുത്തിട്ടാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന ഇപ്പോൾ ഈ ആത്മഹർഷമൊക്കെ നടത്തുന്നതൊക്കെ ഈ സംഘടനയുടെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ഈ പറയുന്ന മെമ്പേഴ്സിനെല്ലാം ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അമ്മയില് ചേട്ടൻ മെമ്പറാണോ? അമ്മയില് മെമ്പറാണ്. അപ്പം നമ്മുടെ ഷമ്മി ചേട്ടനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ അത് ചേട്ടനെ ഏതെങ്കിലും തരത്തിൽ അഫക്ട് ചെയ്തിട്ടുണ്ടോ? അല്ല, എന്നെ അഫക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഞാനുണ്ടായിരുന്നു. പക്ഷേ ഞാനതിനകത്ത് എനിക്കൊന്നും പറയാനുള്ള ഒരു ഇതില്ല. കാര്യം അത് പുള്ളിയും അമ്മയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരം ജോയിൻ ചെയ്തിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്കതിനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അതായത് അതിന് മുമ്പേ പ്രശ്നങ്ങളുണ്ട്. പുള്ളിയെ പുറത്താക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ വന്നത് ആ മീറ്റിങ്ങിൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ ഇലക്ഷൻ സമയത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ പല ആളുകളും പറഞ്ഞ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഷമിചേനെ പുറത്താക്കിയത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് എനിക്കും ചോദിക്കാനുള്ളത്. കാരണം പുള്ളിയെ പുറത്താക്കിയത് പുള്ളി മീഡിയയോട് അമ്മയെക്കുറിച്ച് മോശമായി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് പുറത്താക്കിയത്. പക്ഷേ ഞാനൊരിടത്തും കണ്ടിട്ടില്ല അദ്ദേഹം അമ്മ സംഘടനയെക്കുറിച്ച് മോശമായിട്ട് ഒരിടത്തും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് അന്നുണ്ടായിരുന്നവരിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു മോശമായിട്ട് പറഞ്ഞതായിട്ട് ഒരിടത്തും കണ്ടില്ല. പക്ഷേ നേരെ മറിച്ച് ഇപ്പോഴും അമ്മയ്ക്ക് അപകീർത്തി ഉണ്ടാകുന്ന രീതിയിൽ പല ആളുകളും ഇപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ പറഞ്ഞ മീറ്റിങ്ങിലും 1-2 പേര് ചോദിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ പറഞ്ഞവരെയും അവർക്കെതിരെ നടപടി എടുക്കണ്ടേ? പക്ഷെ അവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരനെ തിരിച്ചു വിളിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അത് ഇപ്പോഴത്തെ പുതിയ
ഭരണസമിതി അതെ, ഭരണസമിതി ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിച്ച് തിരിച്ചു വിളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ചേട്ടാ. പരിപാടി നമുക്ക് അടിപൊളിയാക്കാം. അടിപൊളിയാക്കാം.